ലുക്കാണ്. അല്ല ഇപ്പൊ പണ്ടും ട്രെൻഡിങ് സോങ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഫാസ്റ്റ് സോങ്സ് ആണെങ്കിലും ഇപ്പോഴും ഇറങ്ങുന്നതാണെങ്കിലും ഇപ്പൊ ലോക എന്നുള്ള പടത്തിലെ പാട്ടുകളൊക്കെ തന്നെ ഇപ്പൊ ഞങ്ങള് പഴയ പാട്ടുകളൊക്കെ പഠിപ്പിക്കുന്നതാണ്. ഇപ്പൊ ഒരു ദിവസം തന്നെ ഒരു 10-30 പാട്ട് കുട്ടികളെ പഠിപ്പിക്കും. ഭൂരിഭാഗം പഴയ പാട്ടുകളാണ്. തീർച്ചയായിട്ടും യൂട്യൂബ് കണ്ടിട്ടുള്ള ആളും ഞങ്ങളായിരിക്കും ഒരു ദിവസം. അപ്പൊ ഈ പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് രാജീവ് ആലിംഗലിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് താങ്കൾക്ക് പുള്ളി പറഞ്ഞ മനസ്സിലായി ഇത്തിരി കാൽപ്പനിക ഭാവമൊക്കെ ഇല്ലെങ്കിൽ ഇതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പാട്ടുകൾ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ വിട്ട് വേറെ പുതിയ ട്രെൻഡ് ഇറങ്ങുമ്പോൾ അതിനകത്ത് പോകുന്നുണ്ട്. ഞാൻ സ്റ്റേജൊക്കെ ഇളക്കി പാടുന്ന ഒരു പാട്ടുകാരനാണല്ലോ. അപ്പൊ ഈ പുതിയ ട്രെൻഡിൽ നമ്മൾ പാടുമ്പോൾ ഈ പഴയ പാട്ടുകൾ അങ്ങനെ ഒരുപാട് ഇളക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ തമിഴ്നാട്ടിലേക്കും ആന്ധ്രയിലേക്കും ഒക്കെ ചേക്കാറുണ്ടല്ലോ. അപ്പൊ ഇപ്പോഴത്തെ പാട്ട് വന്നപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടായോ? പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും സ്റ്റേജിൽ പാടും. ഞാൻ കൂടുതലും പഴയ പാട്ടുകളാണ് സ്റ്റേജിൽ പാടുന്നത്. പക്ഷെ അടിപൊളി പാട്ടുകൾ തന്നെ. ഇപ്പൊ ഉന്നം മറന്നൊക്കെ ആണെങ്കിലും ചെട്ടിക്കുളങ്ങര അങ്ങനത്തെ പാട്ടുകളൊക്കെ തന്നെ ഇപ്പോഴത്തെ സ്റ്റൈൽ എന്തോ പിന്നെ തീർച്ചയായിട്ടും. റെഡി. അപ്പോ താങ്കൾ എനിക്കൊന്ന് രഞ്ജിത്തുണ്ണി രഞ്ജിത്ത് ജിമ്മിക്ക് കമലൊക്കെ പാടി അല്ലേ? അത് എത്ര ഞാൻ 50 മില്യനോ എത്ര ആൾക്കാരാണ് യൂട്യൂബിൽ ഇത് കണ്ടിരിക്കുന്നത്? 100 മില്യൺ കഴിഞ്ഞോ എൻ്റെ പൊന്നെ. അപ്പോൾ 10 കോടി ആളുകൾ മിനിമം അത് കണ്ടിട്ടുണ്ടാവും അല്ലേ? മാത്രമല്ല ഈ നമ്മുടെ സൗത്ത് ആഫ്രിക്കയിൽ എവിടെ ഒരു സ്ഥലത്ത് ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ നമ്മൾ 24 വാർത്തയായിട്ട് കൊടുത്തിരുന്നു. അവിടെ ആൾക്കാർ ഇന്ന് ജിമ്മിക്ക് കമ്മൽ ഡാൻസ് ചെയ്യുന്നു പാട്ടിട്ടിട്ട്. അത് എന്നുവെച്ചാൽ ലോകത്ത് ഇതിൻ്റെ അർത്ഥം എന്തോന്നും അറിയാതെ ആണെങ്കിലും നമ്മുടെ ഭാഷ കുറച്ചുകൂടെ കയറിപ്പോയി. എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പാട്ട് എന്ന് പറയുമ്പോൾ അതിനൊരു ദൈർഘ്യം ഉണ്ടല്ലോ. ആ ദൈർഘ്യത്തിൽ അത് ആസ്വദിക്കുക. നമ്മൾ കൂടുതൽ അതിനെ കീറി മുറിക്കാൻ നോക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കുറെ കുറ്റങ്ങളെ കണ്ടുപിടിക്കാൻ തോന്നുന്നത്. പക്ഷേ ഇപ്പൊ എല്ലാവരും പറഞ്ഞ മാതിരി ഷിബിജ് സാർ പറഞ്ഞ മാതിരി സിനിമാ സംഗീതം ഒരു സിറ്റുവേഷണൽ സംഭവമാണ്. അപ്പം അതിന് അനുയോജ്യമായ എല്ലാ ഘടകങ്ങളും ചേർന്ന് വരുമ്പോഴാണ് ഒരു പാട്ട് അതിൻ്റെതായ ഒരു തലത്തിലേക്ക് എത്തുന്നത്. പിന്നെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുമ്പോൾ പാട്ട് അല്ലെങ്കിൽ ആർട്സ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവാണ്. ഏത് ചൂസ് ചെയ്യണം ഏത് വേണ്ടെന്ന് അവർക്ക് ഈസിലി ചിന്തിക്കാം. ഇന്ന് നമുക്ക് ഓപ്ഷൻസും ഇഷ്ടം പോലെയാണ്. പണ്ട് സാറ് പറഞ്ഞാൽ ഇപ്പോൾ ഏഷ്യൻ എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് വളരെ പരിമിതമായിട്ട് കുറച്ച് ചാനൽസും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇന്ന് നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. സോഷ്യൽ മീഡിയ ഉണ്ട്. എന്ത് നമുക്ക് ഗ്രഹിക്കണം എന്ത് വേണ്ടെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം.